നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളി സുഹൃത്തുക്കളെ. ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ കാണാതിരുന്നപ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വല്ല ഇന്നോവോ വല്ലതും വന്ന് എന്നെ തൂക്കിയോ എന്ന് നിങ്ങൾ കരുതി കാണും എന്നെനിക്കറിയാം. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ഞാനൊന്ന് അവധിയെടുത്തു. തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുന്നു. കളറാക്കണ്ടേ നമുക്ക് അങ്ങോട്ട്? അല്ല പിന്നെ മ്യൂസിക് വരുന്നു. മ്യൂസിക് ഇല്ലാതൊരു കളിയില്ലല്ലോ നമുക്ക്. ബോംബ്, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള ബോംബ്. ഈ ബോംബ് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടെ പൊട്ടിച്ചിതറണ ബോംബ്. ചുമ്മാതെ കളയല്ലേ ഗോവിന്ദ. അയ്യട്ടാ, പുതുസമ്മാനമാണിത് ഗോവിന്ദ. കൊച്ചു ഗള്ളൻ. മുഖ്യ പിള്ളേര് ബോംബ് പൊട്ടിച്ചെന്നറിഞ്ഞു. അയ്യോ എൻ്റെ അമ്മച്ചിയെ, 1 2 3 4 5 എൻ്റെ 5 കൊല്ലം പോയട്ടെ. ആസനത്തിൽ പടക്കം വന്ന് വീണ അവസ്ഥയിലാണല്ലോ പടച്ചോനെ മുഖ്യന്റെ അവസ്ഥ. പനൂർ വിലാസം ഡിവൈഎഫ്ഐ ചെറിയ ബോംബ് 4 വലിയ ബോംബ് 4 ടാപ്പേന്ന് പൊട്ടിയതോടെ AKG ഇല്ലം ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. ഈ ബോംബുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, ഞാനൊക്കറിയാൻ പാടില്ലപ്പാന്നും പറഞ്ഞ് ഗോവിന്ദൻ മ്യാമൻ ഓൺ ദ സ്റ്റേജ് അങ്ങ് മെഴുകുക കിടന്ന്. ഇതങ്ങനെ പാനൂർ ബോംബ് നിർമ്മാണത്തിലെ പങ്കാളിത്തം ഡിവൈഎഫ്ഐയുടെ തലയിലിട്ട് CPM. ഡിവൈഎഫ്ഐയുമായി ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലെന്നാണ് ഗോവിന്ദൻ മാമൻ ഇപ്പൊ പറയുന്നത്. ബൈ ഗോവിന്ദൻ മാമ, ഇതേ ഡിവൈഎഫ്ഐക്ക് അല്ലേ രക്ഷിക്കൽ ടീം എന്ന പട്ടും വളയും കൊടുത്ത് കാരണഭൂതൻ വാഴിച്ചത്? Z+ കാറ്റഗറി സുരക്ഷയൊക്കെ എന്ത് ചെമ്പട്ട സുരക്ഷ മുഖ്യം ബിഗിലേന്ന് പറഞ്ഞ ടീംസ് ആണ് ഒരു ബോംബ് ഒന്ന് പൊട്ടിയപ്പോൾ ഡിവൈഎഫ്ഐയെ തൂക്കി താഴെയിട്ടത്. ഗോവിന്ദ, പൊട്ടിയതോ പൊട്ടി, ഒച്ചയില്ലാതെ പൊട്ടിക്കാൻ യവന്മാരോടൊന്ന് പറയണ്ടായിരുന്നു. ഇതിപ്പോൾ ഒച്ച ഉണ്ടായതല്ലേ പ്രശ്നമായത്. മുഖ്യ, ഒച്ചയില്ലാത്ത ബോംബിന്റെ പരീക്ഷണത്തിലാണ് യവന്മാര്. യവന്മാരുടെ വാക്കും കേട്ട് ബോംബ് ഉണ്ടാക്കിയവനും പൊട്ടിത്തീർന്നവനും എല്ലാം പ്ലിങ്. വല്ല കാര്യം ഉണ്ടായിരുന്നു അത്? ഗോവിന്ദമാമ, ചില കരക്കമ്പികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വീണയെ ഉടൻ ചോദ്യം ചെയ്യുമെന്നോ, AKG സെന്ററിൽ കേന്ദ്ര സംഘം വരുമെന്നോ, അതുകൊണ്ട് സംഭവം വലിയ വാർത്തയാകാതിരിക്കാൻ ഒന്ന് പൊട്ടിച്ചതാണെന്നൊക്കെയാ നാട്ടുകാര് പറയണത്. പക്ഷെ വേറൊരു കരക്കമ്പിയും കൂടെ ഉണ്ട്. കണ്ണൂരിലിട്ട് പൊട്ടിച്ച് ശൈലജയെ വടകരയിൽ പൊട്ടിക്കാൻ പിണറായി ഇട്ട പ്ലാനാണ് പാനൂരിൽ ടപടഭേ എന്ന് പൊട്ടിയതെന്നും ബ്ലഡി ഗ്രാമവാസീസ് പറയുന്നു. മുഖ്യനാവൊന്നും കാര്യമാക്കണ്ട. ബ്ലഡി മല്ലൂസ് അല്ലേലും മുഖ്യനെ ട്രോളാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പഴക്കാറില്ല. എന്റെ പൊന്നിടാവേ, എന്തിന്റെ പേരിൽ പൊട്ടിയതാണേലും ഏപ്രിൽ 14 മുൻപ് വിഷു ഇങ്ങെത്തി കേട്ടോ സഖാക്കൾക്ക്. നാട്ടാരെടുത്തിട്ടങ്ങ് പൊട്ടിക്കുവാന്നേ. കോമഡി അതല്ലടേ. നേതാക്കന്മാരുടെ വാക്ക് കേട്ട ഡിവൈഎഫ്ഐ അടപടല അല്ല 3G ആയിട്ടിരിക്കുക. ഗോവിന്ദൻ മാമൻ കൈമലർത്തി. സ്വാഭാവികം. മുഖ്യൻ ഒരക്ഷരം മിണ്ടുന്നതേയില്ല. അത് 2 വട്ടം സ്വാഭാവികം. പെട്ടെന്ന് ഡിവൈഎഫ്ഐയുടെ മോങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. എവിടെ ഡിവൈഎഫ്ഐയുടെ രക്ഷക? എവിടെ ഞങ്ങളുടെ രോമാഞ്ച കഞ്ചുകം ചിന്തേച്ചി? ഡിവൈഎഫ്ഐ പിള്ളേർക്ക് പൊതിച്ചോറ് മാത്രമല്ലടാ, സ്റ്റീൽ ബോംബും ഉണ്ടാക്കാൻ അറിയാടാന്ന് അഭിമാനിക്ക് ചേച്ചി അങ്ങോട്ട്. ചേച്ചി അവിടെ വാഴക്കൊലയും തേങ്ങാക്കൊലയും അടുത്ത പറമ്പിൽ നിന്ന് അടിച്ചു മാറ്റി നടന്നു. പിള്ളേരൊക്കെ ഹൈടെക് ആയി കേട്ടോ. എന്താന്നാ പൊതിച്ചോറിനകത്ത് വെക്കുന്ന ഇവന്മാരെല്ലാം കൂടെ. എല്ലാം യുവജന കമ്മീഷനായിരുന്ന ചേച്ചിയുടെ അനുഗ്രഹമെന്നാ ഡിഫി പിള്ളേര് പറയുന്നത് കേട്ടാ. ലേ ചിന്തേച്ചി, പിള്ളേര് സ്റ്റീൽ പാത്രം മേടിച്ചത് ബോംബുണ്ടാക്കാനല്ല, പൊതിച്ചോറിന്റെ കൂടെ തൊട്ട് നിൽക്കാൻ അച്ചാറ് കൊടുത്ത് വിടാൻ വേണ്ടിയാണെന്ന് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിള്ളേർ അതും കൊണ്ട് ആ വഴിക്കെങ്ങാണ്ടൊന്ന് പോയി. ചൂടൊക്കെ അല്ലേ ഇത്, കേരളം നിന്ന് കത്തുമല്ലേ, പ്ലേറ്റ് പൊട്ടിത്തെറിച്ചു. അതിനാണ് സ്റ്റീൽ ബോംബാണെന്നും പറഞ്ഞ് യവന്മാരെല്ലാം കൂടെ അടിച്ചിറക്കുന്നത്. ഞങ്ങളെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാ പറഞ്ഞേക്കാം. ഡിഫി പിള്ളേരെ തൊട്ടാൽ ചിന്തേച്ചി ഇടപെടും. അല്ല പിന്നെ ഡിഫി പിള്ളേരുടെ മാത്രം യുവജന കമ്മീഷനാണ് ചേച്ചി. ഡിഫി പിള്ളേരെ തള്ളിപ്പറഞ്ഞ ഗോവിന്ദൻ മാമനോട് കാവടി എടുത്ത് തുള്ളൽ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി. എൻ്റെ പിള്ളേരെ തൊടുവോ ഗോവിന്ദ എന്നും ചോദിച്ചോണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമാക്കുക, അതാണ് CPM സ്വപ്നം കാണുന്ന കിനാശ്ശേരി. പക്ഷേ പൊക്കിക്കഴിഞ്ഞാൽ അത് നമ്മള് കൂടെ ഉള്ളവൻ്റെ തലയിലിട്ടിട്ട് അങ്ങ് രക്ഷപ്പെടും. ചാവേറുകൾ ഒരുപാടുണ്ടല്ലോ. ഈ വണ്ടന്മാരൊക്കെ കൂടെ ഉള്ളതാണല്ലേ മുഖ്യ നമ്മുടെ ഒരു വിജയം. അതേ ഗോവിന്ദ, അതല്ലേ എന്നെ എൻ്റെ മോളെയൊക്കെ ഇങ്ങനെ രക്ഷിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ചില പൊട്ടാത്ത കഥകൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ കാണാം.